കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തെ നടുക്കിക്കൊണ്ട് ആ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായി. ഉരുൾപൊട്ടലിൽ നിരവധി ആൾക്കാർ ജീവൻ പൊലിഞ്ഞു. നിരവധി ആൾക്കാരെ കാണുവാനല്ല, ഉറ്റവരും ഉടയവരും ഇല്ലാതെ ആയിട്ട് നിരവധി പേർ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ, സ്വന്തം വീട് പോലും ഇല്ലാതെ നിൽക്കുന്നവർക്ക് കൈത്താങ്ങായിട്ട് മാറാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് സംഭാവനകൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങളുടെയൊക്കെ പോസ്റ്റ് വൈറലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മലയാള സിനിമയിൽ നിന്നുള്ള നിരവധി ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് സംഭാവനകളുമായിട്ട് എത്തിയിരിക്കുകയാണ്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച മലയാളത്തിൽ നിന്ന് മമ്മൂട്ടി അതോടൊപ്പം തന്നെ മകനായ ദുൽഖറും നൽകിയ സംഭാവന, അതോടൊപ്പം തന്നെ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങൾ നൽകുന്ന പിന്തുണയൊക്കെയാണ്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് സഹായഹസ്തമായിട്ട് മമ്മൂട്ടി ദുൽഖർ സൽമാൻ എത്തിയിട്ടുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടി ദുൽഖർ സൽമാനോട് ചേർന്ന് 35 ലക്ഷം രൂപ കൈമാറിയതായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടാണ് തുക കൈമാറിയിട്ടുണ്ടായത്. ആദ്യഘട്ടമായിട്ട് മമ്മൂക്ക 20 ലക്ഷം രൂപയും ദുൽഖർ 15 ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ടായത്. മന്ത്രി പി രാജീവാണ് ഈ ഒരു തുക ഏറ്റുവാങ്ങിയിട്ടുണ്ടായത്. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, പ്രമുഖ വ്യവസായി CP CP ട്രസ്റ്റും സംയുക്തമായി ദുരന്ത നിവാരണത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തമിഴ് നടന്മാരായ വിക്രം, ജ്യോതിക, സൂര്യ, കാർത്തി തുടങ്ങിയവരും സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു. വിക്രം 20 ലക്ഷം രൂപയും സൂര്യ അതോടൊപ്പം തന്നെ ജ്യോതിക, കാർത്തി തുടങ്ങിയവർ ചേർന്ന് 50 ലക്ഷം രൂപയും ലക്ഷ്മിക മന്ദാന 10 ലക്ഷം രൂപയും നൽകിയപ്പോൾ മലയാളത്തിൽ നിന്നുള്ള നമ്മുടെ താര ജോഡികളായിട്ടുള്ള ഫഹദ് ബാസിൽ, നസ്രയും നൽകിയിട്ടുണ്ടായത് 25 ലക്ഷം രൂപയായിരുന്നു. എന്തൊക്കെയാണ് കേരളത്തിന് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അതിനെ നേരിടും എന്ന് കാണിക്കുന്നതിനുള്ള ഉദാഹരണം തന്നെയാണ് മലയാള സിനിമയിൽ നിന്നുള്ള സഹകരണം, അതോടൊപ്പം തന്നെ തമിഴ്, തെലുങ്ക് സിനിമയിൽ നിന്നുള്ള സഹായം. എന്തൊക്കെയാണ് ഇനിയും കൂടുതൽ സഹായങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്കായിട്ട് നൽകണമെന്ന് അറിയിക്കുന്നുണ്ട്. 297ഓളം പേർ മരിക്കുകയും നിരവധി ആൾക്കാർ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഇതുവരെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആഘാതം അല്ലെങ്കിൽ കേരളം ഇന്നുവരെയും കണ്ടതിലുള്ള ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് വയനാട് ഉരുൾപൊട്ടൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മുണ്ടക്കൈ, ചൂരന്മല തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്കായിട്ട് നമുക്കും കൈകോർക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.